ഇത് ഞങ്ങളുടെ സ്വന്തം സാറയുടെ അത്ലറ്റിക്സ് ഡേയിൽ പെർഫോമൻസിൻ്റെ വീഡിയോസാട്ടോ. ഈ പ്രാവശ്യം ലോങ് ജമ്പിൽ അത്യാവശ്യമൊക്കെ അവൾ ചാടി. ഇത് 400 മീറ്ററിൻ്റെ സ്പ്രിൻ്റാണ്. സാറ് നന്നായിട്ട് ഓടണ്ട കേട്ടോ. 3 പിള്ളേർ എല്ലാവരും മടുത്തു എന്ന് തോന്നണം. സാറ് എത്ര 4ാമതോ എങ്ങാണ്ടാണ്. സാറ് ഓടുന്നുണ്ട്. ഞാൻ ഭയങ്കര ഹാപ്പിയാണ്. സാറ് ഒരു പ്രൈസ് കിട്ടിയില്ലെങ്കിൽ പോലും ഇവർ ഇത്രയും എഫോർട്ട് ഇടുന്ന കാണുമ്പോൾ ഉണ്ടല്ലോ. അപ്പോൾ സാറ് മുന്നിൽ കയറിയിട്ടോ. ഇത്രയും എഫോർട്ട് ഇടുന്ന കാണുമ്പോൾ ഭയങ്കര ഹാപ്പിയാണ് ഞാൻ. സാറ് ഇപ്പം മുമ്പിൽ ഓടണേ. വാവ്, സാറിനെ സമ്മതിച്ച് കൊടുക്കണം. സാറ് മടുത്തു. പക്ഷെ സാറ് മടുത്തു. സാറ് മടുത്തു. നോ എനർജി. അതാണ് സാറുടെ തൊട്ട് പ്രശ്നം. പക്ഷെ സാറ് സെക്കൻഡ്. അടിപൊളി. സാറ ശരിക്കും സെക്കൻഡ് അല്ല, സാറ തേർഡാണ്. അവസാന സെക്കൻഡിൽ 3ാമതുണ്ടായിരുന്ന പെൺകുട്ടി സാറിനെ ക്രോസ് ചെയ്ത് സെക്കൻഡായി. ഇത് സാറയുടെ 100 മീറ്റർ സ്പ്രിൻറ്റിൻ്റെ ക്വാളിഫയിങ് റൗണ്ടാട്ടോ. ഇത് പുള്ളിക്കാരത്തിയുടെ 100 മീറ്റർ സ്പ്രിൻറ്റിൻ്റെ തന്നെ സെക്കൻഡ് ക്വാളിഫയർ റൗണ്ടാണ്. അപ്പോൾ ഈ റൗണ്ടിൽ പുള്ളിക്കാരത്തി തേർഡായിട്ടാണ് ഫിനിഷ് ചെയ്തത്. അതുകൊണ്ട് തന്നെ പുള്ളിക്കാരത്തിക്ക് ഫൈനലിലേക്ക് ക്വാളിഫൈ ആവാൻ പറ്റിയില്ല. പക്ഷെ എനിക്ക് തോന്നുന്ന ഈ ഒരു സമയത്തേക്ക് ഏകദേശം 1 മണിയൊക്കെ ആയി. പുള്ളിക്കാരത്തിയുടെ എനർജി വളരെ ഡ്രോപ്പ് ഡൗൺ ആയി. എനിക്ക് തോന്നണേ ഞാൻ ഈ ക്രിക്കറ്റ് ഫുട്ബോൾ എന്നൊക്കെ പറഞ്ഞ് കൊണ്ടുപോകുന്നതുകൊണ്ടാണെന്ന് തോന്നുന്നു. പുള്ളിക്കാരത്തേക്ക് ആ ഒരു സ്പ്രിൻറ്റിങ് ഒരു എബിലിറ്റി ഉണ്ട്. പക്ഷേ ടെക്നിക്കലി അത്ര സോളിഡ് അല്ല. കാരണം പുള്ളിക്കാരത്തി ടോയിലല്ല ഓടുന്നത്. അതൊക്കെ നമുക്ക് വീഡിയോ കാണുമ്പോൾ മനസ്സിലാവാൻ പറ്റും. പക്ഷേ ആ ഒരു എബിലിറ്റി ഉണ്ട്. ഇതിപ്പം ഷോർട്ട് പുട്ടാണ്. ഷോർട്ട് പുട്ടിലും ഈ പറയുന്ന കണക്ക് ഫസ്റ്റ് ആ ക്വാളിഫയിങ് റൗണ്ടിൽ പുള്ളിക്കാരത്തി പാസ്സായി. ഫൈനൽ ഇതിൽ പുള്ളിക്കാരത്തിയുടെ ത്രോ പെർഫെക്റ്റ് ആയില്ല. അങ്ങനെ പുള്ളിക്കാരത്തി ഔട്ടായി.